കണ്ണൂർ ചെങ്കോട്ടയിൽ ഇത്തവണ പോര് മുറുകും. മുഖ്യമന്ത്രി പിണറായി വിജയൻ, CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്, ഈ മൂന്ന് പേരുടെയും തട്ടകത്തിൽ ആര് ഉഴുതുമറിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നത്. കേരളത്തിന്റെ രാഷ്ട്രീയ തലസ്ഥാനം എന്ന വിശേഷണം മാത്രമല്ല, CPMന്റെ ചെങ്കോട്ടയുമാണ്. ഇതൊക്കെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുമ്പോൾ കണ്ണൂർ ഏറെ ശ്രദ്ധിക്കപ്പെടുന്നത്. 11 നിയമസഭാ മണ്ഡലങ്ങളിൽ 9 ഇടതുമുന്നണിയുടെ കൈവശമാണ് ഇപ്പോഴിരിക്കുന്നത്. UDFിനുള്ളത് പേരാവൂരും ഇരിക്കൂറും മാത്രം. എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പേരാവൂരും ഇരിക്കൂറും കൂടാതെ കണ്ണൂരിലും അഴീക്കോട്ടും നേടിയ ലീഡിന്റെ കൂടി ആത്മവിശ്വാസത്തിലാണ് ഇക്കുറി ചെങ്കോട്ട ഇളക്കാമെന്ന് UDF കണക്കുകൂട്ടുന്നത്. എന്നാൽ മുഖ്യമന്ത്രി അടക്കം കരുത്തരുടെ ബലത്തിൽ കോട്ട കാക്കാമെന്നാണ് ഇടതുമുന്നണിയുടെ ആത്മവിശ്വാസം. തങ്ങൾക്ക് സ്വാധീനമുള്ള പ്രദേശങ്ങളിലടക്കം പരമാവധി ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് BJP. ധർമ്മടത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ 3ാം തവണയും മത്സരിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പാണ്. അതേസമയം തളിപ്പറമ്പിൽ MV ഗോവിന്ദൻ വീണ്ടും മത്സരിക്കാനിടയില്ല. അവിടെ MV നികേഷ് കുമാറിനാണ് സാധ്യത. തലശ്ശേരിയിൽ സ്പീക്കർ AM ഷംസീർ വീണ്ടും മത്സരിച്ചേക്കും. മട്ടന്നൂരിൽ KK ശൈലജ വീണ്ടും മത്സരരംഗത്തുണ്ടാകുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. കൂത്തുപറമ്പിൽ KP മോഹനൻ വീണ്ടും മത്സരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും RJDയുടെ മുന്നണി മാറ്റ സാധ്യതകൾ അത് ചർച്ചാ വിഷയമാണ്. അങ്ങനെ മുന്നണി മാറിയാൽ UDF സ്ഥാനാർത്ഥിയായിരിക്കും KP മോഹനൻ. അഴീക്കോട് KV സുമേഷും, കല്യാശ്ശേരിയിൽ M വിജിനും, പയ്യന്നൂരിൽ TI മധുസൂദനും വീണ്ടും മത്സരിച്ചേക്കും. സ്ഥാനാർത്ഥി പട്ടികയിൽ DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജും, SFI മുൻ സംസ്ഥാന പ്രസിഡന്റ് K അനുശ്രീയും, ഇവർ രണ്ടുപേരുടെ പേരുകൾ പരിഗണനയിലുണ്ട്. അതുപോലെ മുതിർന്ന നേതാക്കളായ P ജയരാജന്റെയും MV ജയരാജന്റെയും പേരുകൾ പ്രവർത്തകർക്കിടയിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അതുപോലെ സിറ്റിംഗ് സീറ്റുകളടക്കം 4 സീറ്റുകൾ നേടാനാണ് UDFിന്റെ ശ്രമം. KC വേണുഗോപാൽ കേരള രാഷ്ട്രീയത്തിൽ ചുവടുറപ്പിക്കാൻ തീരുമാനിച്ചാൽ ഇരിക്കൂർ പരിഗണിച്ചേക്കും. അല്ലെങ്കിൽ സിറ്റിംഗ് MLA സജീവ് ജോസഫ് തന്നെയാകും അവിടെ മത്സരിക്കുന്നത്. അതേസമയം കണ്ണൂരിൽ K സുധാകരൻ മത്സരിക്കുമോ എന്നതിനെ ആശ്രയിച്ചിരിക്കും. മത്സരിച്ചാൽ അവിടെ നിർണായകമാകും. LDFിൽ നിന്ന് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രനാണ് അവിടെ വീണ്ടും മത്സരിക്കാൻ ഇറങ്ങുന്നത്. അങ്ങനെ വന്നാൽ സുധാകരനും കടന്നപ്പള്ളിയും നേർക്കുനേർ ഏറ്റുമുട്ടും. അതുപോലെ പേരാവൂരിൽ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് വീണ്ടും മത്സരിച്ചേക്കും. അഴീക്കോട്ട് KM ഷാജി മത്സരിക്കാനില്ലെന്ന് അറിയിച്ചിരിക്കുക. അതോടെ മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ കരീം ചേലരിക്കാനാണ് അവിടെ സാധ്യത. ഓരോ മണ്ഡലത്തിലും വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് BJP. ഏതായാലും കണ്ണൂരിൽ ഇത്തവണ അംഗം മുറുകും.